ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മെ നട്ടത് ദൈവമാണ്, നനയ്ക്കുന്നത് ദൈവമാണ്, വളരുമാറാക്കുന്ന ദൈവമാണ്. അതിനായി ദൈവം മനുഷ്യരെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒത്തിരി ആളുകൾ നിങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിങ്ങളറിയണം, നിങ്ങളെ വളർത്തുന്ന ദൈവമാണ്, നിങ്ങൾക്ക് വേണ്ട ആലോചനകൾ നൽകുന്ന ദൈവമാണ്, നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. നിങ്ങൾ തളർന്നിരിക്കുമ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് പോലെ, ബലപ്പെടുത്തുന്ന പോലെയൊക്കെ ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവമായിരുന്നു, ദൈവമാണ് നിങ്ങളെ പണിയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ശത്രുവിന് നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുവാൻ കഴിയുകയില്ല. ദൈവമാണ് നിങ്ങളെ പണിതുകൊണ്ടിരിക്കുന്നത്. ദൈവം ഇപ്പോൾ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് വചനമുണ്ടെങ്കിൽ ദൈവമുണ്ട്. വചനം ദൈവമാണ്. ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോടെ ശക്തിയുണ്ട്. വചനം ജീവനും ചൈതന്യമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ അകത്തുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്തിരിക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ അരികത്തുണ്ട്. ദൈവം നിങ്ങളുടെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. ദൈവ സാന്നിധ്യം വളരെ അടുത്താണ്. നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. പലപ്പോഴും ദൈവം ദൂരത്തു നിൽക്കുന്നു എന്നൊരു ചിന്ത, ദൈവം കൈവിട്ട് കളഞ്ഞു എന്നൊരു ചിന്ത ഭക്തന്മാരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നോ? കഷ്ടത വന്നപ്പോൾ സാന്നിധ്യം വേണ്ടതുപോലെ കാണാൻ കഴിയാതെ പോയി. യേശു ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ ആ പടകിലേക്ക് തിരകൾ ആഞ്ഞ് അടിക്കുകയാണ്. പടകിൽ വെള്ളം കയറുകയാണ്. പടകിൻ്റെ അമരത്ത് യേശു ഉണ്ടല്ലോ. പക്ഷേ തിര പൊങ്ങി വന്നപ്പോൾ അവർ കണ്ടത് തിരയാണ്. പടകിൽ വെള്ളം കയറിയപ്പോൾ അവർ കണ്ടത് വെള്ളമാണ്. അവരത് കണ്ട് പേടിച്ചുപോയി. നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളപ്പോഴും അല്പസമയം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവത്തെ ഒന്ന് ധ്യാനിക്കാൻ സമയമെടുത്താൽ, പ്രിയപ്പെട്ടവരെ, ആ ധ്യാനത്തിങ്കൽ തീ കത്തും. നിങ്ങൾ ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കും. ദാവീദ് പറഞ്ഞു, നിന്നെ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. സഹോദരങ്ങളെ, ദൈവം നമ്മോട് കൂടെയുണ്ട്. യേശു പടകിൻ്റെ അമരത്തുണ്ട്. യേശുവിനെ മുക്കാൻ ഒരു തിരക്കും കഴിയില്ല, ഒരു കാറ്റിനും ശക്തിയില്ല. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളെ തകർക്കാൻ കഴിയില്ല, കാരണം ദൈവം കൂടെയുണ്ട്. ദൈവ സാന്നിധ്യം അത്ര ശക്തമാണ്. ദൈവം നിങ്ങളെ പണിതുകൊണ്ടിരിക്കുന്ന പകലാണ്. ഇന്ന് പകലും നിങ്ങളെ നനയ്ക്കാൻ ദൈവം ചിലരെ നിയോഗിച്ചിട്ടുണ്ട്. അവർ വെളിപ്പെട്ടു വരും. അവർ നിങ്ങളുടെ കരത്തിൽ പിടിക്കും. അവർ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവർ നിങ്ങളെ ബലപ്പെടുത്തും. എന്നാൽ ഇന്ന് പകൽ അറിയണം, ദൈവമാണ് നിങ്ങളെ നനയ്ക്കുന്നത്, നിങ്ങളെ വളർത്തുന്നത്. ഒരു വൃക്ഷത്തെ നനയ്ക്കുന്നത് പോലെ, അതിനെ പരിപാലിക്കുന്ന പോലെയൊക്കെ ദൈവം നിങ്ങളെ പരിപാലിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഉറപ്പിക്കണം, നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. നിങ്ങൾ വളരും, നിങ്ങൾ മുന്നേറും, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങളെ ഉണ്ടാവത്തുള്ളൂ. കാരണം യേശു ജയിച്ചവനാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ മുൻപോട്ട് ചുവടുകൾ വയ്ക്കാം. പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു, പുതിയ വഴികൾ തുറക്കപ്പെടുന്നു. ദൈവമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അത് പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ്, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്കാണ്. നിങ്ങൾ ഒരു നാൾ തകർന്നു പോകത്തില്ല. ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണും.
ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.